ജൂൺ 19 ദേശീയ വായനാ ദിനം. കാലം മാറുന്നതിനനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം. എന്നാൽ വായനയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. മാർഗം ഏതായാലും വായന മരിക്കുന്നില്ല. വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴ ചേർത്തുവെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. പുതിയ തലമുറ വായനയിൽ അല്പം പുറകിലാണെന്ന് പൊതുവെ വിലയിരുത്തലുണ്ടെങ്കിലും പുസ്തകങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ സ്വീകരിച്ചു തുടങ്ങിയെന്നത് ഭാവിയിലെ വായനയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ്. വായനയോടുള്ള ഇഷ്ടം വളർത്തിയെടുക്കുന്നതിന്റെ അഗാധമായ പ്രാധാന്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആവേശഭരിതമായ പ്രസംഗങ്ങൾ നടത്തി നമ്മുടെ കൊച്ചു കുരുന്നുകൾ ആവേശത്തോടെ വായനാ ദിനം സ്വീകരിച്ചു. വായനാ ദിനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്ലക്കാർഡുകളും പോസ്റ്ററുകളുമായി നമ്മുടെ കൊച്ചു കൂട്ടുകാർ റാലിയിൽ പങ്കെടുത്ത് അവർ ആ നിമിഷത്തെ ആത്മാർത്ഥമായ ആവേശത്തോടെയും സന്തോഷകരമായ പങ്കാളിത്തത്തോടെയും സ്വാഗതം ചെയ്തു. ആ നിമിഷം കുട്ടികളുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്നതായി തോന്നി. വായനയുടെ സന്തോഷങ്ങൾക്കും പ്രയോജനങ്ങൾക്കും സ്പഷ്ടമായ അഭിനന്ദന ബോധം വളർത്തി. ഇന്ന് വായനയുടെ ഭാവവും രൂപവും മാറിയിരിക്കുന്നു. ഒരു വിരൽ തുമ്പിൽ ഒതുങ്ങുന്ന വായന തീർച്ചയായും കൗതുകമുള്ളത് തന്നെ. വായന താളിയോലകളിൽ തുടങ്ങി പേപ്പർ വഴി മോണിറ്ററിലേക്ക് എത്തിയിരിക്കുന്നു. വരും കാല സാങ്കേതിക വിദ്യ വായനയെ ഏത് തലത്തിൽ നമുക്ക് മുന്നിൽ എത്തിക്കുമെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഒരിക്കലും മണവും സ്പർശവും അറിഞ്ഞുകൊണ്ടുള്ള പുസ്തക വായന മാറ്റിവെച്ച് ഓൺലൈൻ വായനയെ പരിപോഷിപ്പിക്കരുത്. പുസ്തകങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഓരോരുത്തർക്കും കഴിയണം. ഭാഷയുടെ നിലനിൽപ്പിനെ പറ്റി ചിന്തിക്കാൻ ഈ വായനാ ദിനം ഉപയോഗപ്പെടുത്താം. ലോക വായനാ ദിനത്തോടനുബന്ധിച്ച് ജൂൺ 19 അമൃത കേരള വിദ്യാഭവനിൽ വായനയുടെ മൂല്യത്തെയും പ്രാധാന്യത്തെയും സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് അസംബ്ലിയിൽ നൽകുകയുണ്ടായി. പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്ന തലത്തിൽ വായനയുടെ ആവശ്യകതയെപ്പറ്റിയും വായന നമുക്ക് പകർന്നേക്കാവുന്ന വെളിച്ചത്തെപ്പറ്റിയും കുരുന്നുകളെ അവബോധരാക്കുവാൻ വായനാ ദിനം സഹായിച്ചു.